ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രകാന്തത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നന്ദയെ അകത്ത് കയറ്റാതെ ഇങ്ങനെ ഇരിക്കാവും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത്. ഡോക്ടർ വന്നിട്ട് പറയും, നിങ്ങൾ എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് പറയും. അപ്പം നന്ദ പറയും, ഞാൻ ഗൗതത്തിൻ്റെ ഭാര്യയാണ്, എന്നെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല പറയും. എന്നാൽ റെക്കോർഡ് നോക്കട്ടെ പറയും. അപ്പോൾ ഡോക്ടർ പറയും, റെക്കോർഡിൽ നോമിനിയുടെ പേര് അളകനന്ദ എന്നാണ്, നന്ദ പോയി കണ്ടോളൂ പറയും. ഇത് കേൾക്കുന്ന ലക്ഷ്മി പറയും, മഹിയേട്ട ഇനി നമുക്ക് സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാല പറയും. അപ്പോൾ മഹിയേട്ട ഇങ്ങനെ തുറച്ച് നോക്കും, പറയും നോക്കി പേടി കാട്ടണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് മോഹിനിയോട് പറയും, മോഹിനി നീ വാ പറയും. പിന്നെ കാണിക്കുന്ന റൂമിലാവും. റൂമിൽ പിങ്കി ഗൗതത്തിനെ നോക്കിയിരിക്കുന്നു, ചിരിച്ച് മയങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കും. എന്നിട്ട് ഒന്ന് ഗൗതത്തിൻ്റെ കയ്യൊന്ന് പുറത്തേക്ക് പോയപ്പോൾ വേഗം തന്നെ അത് അപ്പുറത്തേക്ക് ഇട്ടിട്ട് നെറ്റിയിലൊക്കെ ഇങ്ങനെ തലോടും. എന്നിട്ട് പറയും, ഗൗതം നിങ്ങൾ എന്നെ എത്ര അകറ്റി നിർത്തിയാലും ഞാൻ നിങ്ങളിലേക്ക് തന്നെ വരും, കാരണം നിങ്ങളിലേക്ക് വരാനുള്ള ഒരവസരമാണിത് പറഞ്ഞിട്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാവും അങ്ങോട്ടേക്ക് നന്ദ കടന്നു വരുന്നത്. ഇത് കണ്ട പിങ്കിക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കും, നന്ദ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്ന? ഗൗതത്തിൻ്റെ വീട്ടുകാർ നിന്നോട് ഇങ്ങോട്ടേക്ക് വരുതെന്നല്ലേ പറഞ്ഞത്? മുഖമടച്ചതുപോലെ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, പിങ്കിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ, ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാ. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ഗൗതം സാർ പറഞ്ഞാൽ ഞാൻ പോയിക്കോളാം എന്ന്, ഞാൻ ഗൗതം സാറിനെ കണ്ടിട്ടേ പോവൂ എന്നൊക്കെ പറയും. അപ്പോൾ പിങ്കി പറയും, ഇത് പറയാൻ നാണമില്ലല്ലോടി നിനക്ക്? നിന്നെ ഇന്നിവരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഗൗതം പറഞ്ഞത് നീ മറന്നുപോയോ? ഗൗതത്തിൻ്റെ ജീവിതത്തിലും മനസ്സിൽ നീയില്ലെന്ന്. പിന്നെ എന്തു കണ്ടിട്ടാ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പിങ്കി ചോദിക്കും. അപ്പോൾ നന്ദ പറയും, അതിന് പിങ്കിയല്ലല്ലോ, ഗൗതം സാർ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. എന്നെ ഗൗതം സാറല്ലേ ഇറക്കി വിട്ടത്. അപ്പോൾ ഗൗതം സാറ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്നൊക്കെ പറയും. അപ്പോൾ പിങ്കി നന്ദയോട് പറയും, എന്തായാലും നീ സ്വപ്നം കാണണ്ട, ഗൗതത്തിൻ്റെ മനസ്സ് നീ ഇല്ല, അത് ഉറപ്പ് തന്നെ പറയും. അപ്പോൾ നന്ദ പറയും, അത് ഗൗതം മുഖത്ത് നോക്കി പറയട്ടെ, എന്നിട്ട് ഞാൻ പൊക്കോളാ പറയും. അപ്പോൾ പിങ്കി ചോദിക്കും, നീ ഡോക്ടർ ആവാൻ പഠിക്കുന്ന ആളല്ലേ, ഒരു പേഷ്യൻറ്റിനെ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യിക്കാൻ പറയണം, ഇതാണോ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, നീ ഇവിടെ നിന്നാലാണ് ഗൗതത്തിന് സ്ട്രെയിൻ കൂടുതലാവുക, ഞാൻ നിന്നാലല്ല എന്നൊക്കെ പറയും. അപ്പോൾ പിങ്കി പറയും, നന്ദ ഗൗതം നിന്നെ ഇറക്കി വിട്ട നീ തന്നെ വന്ന് കൊടുക്കുന്നതാണോ നിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഈ അവസരം മുതലെടുക്കാൻ നോക്കാണോ നീ? നടക്കില്ല നന്ദ, നിന്നെ ഇറക്കി വിട്ട വീട്ടിലേക്ക് ഗൗതം നിന്നെ കൊണ്ടുപോവില്ല, അത് നീ സ്വപ്നം കാണണ്ട എന്നൊക്കെ നന്ദയോട് പിങ്കി പറയും. അപ്പോൾ നന്ദ പറയും, ഞാൻ ഗൗതം സാറിൻ്റെ വീട്ടിലേക്ക് വരാനല്ല വന്നത്, ഞാൻ ഗൗതം സാറിനെ നോക്കാനാണ് വന്നത്, എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് വന്നത്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നൊക്കെ പറയും. അപ്പോൾ പിങ്കിക്ക് ദേഷ്യം വരും, ഗൗതം സാറിനോട് നീ മിണ്ടില്ല, നീ പോയി ഇവിടെ നിന്ന്, നിന്നെ ഞാൻ കാണിക്കില്ല, പോടി ഇറങ്ങിപ്പോടി പറഞ്ഞിട്ട് നന്ദയെ ഉന്തും. അപ്പോൾ നന്ദ തിരിച്ചങ്ങോട്ട് ഉന്തും. അപ്പോൾ കാണാൻ ഗൗതം വീഴാൻ പോകുമ്പോൾ അത് കണ്ട നന്ദയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നന്ദ പിങ്കിനെ ഉന്തിയിട്ട് ഗൗതത്തിനെ അങ്ങോട്ട് തിരിഞ്ഞു കെടുത്തിയിട്ട് ഗൗതത്തിൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഗൗതം പെട്ടെന്ന് ഉണർന്നു നോക്കുന്നു. അപ്പോൾ നന്ദ ഇങ്ങനെ കിടക്കുന്നതാവും കാണാം. അപ്പോൾ ഗൗതത്തിന് വളരെയധികം സന്തോഷമാവും. നന്ദ നന്ദ ഇങ്ങനെ വിളിക്കും. അപ്പോൾ നന്ദ പറഞ്ഞിട്ട് മൂളും. എന്നിട്ട് രണ്ടുപേരും ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ എന്നിട്ട് നന്ദ പറയും, ഗൗതം സാർ ദാ പ്രസാദം പറയും. അപ്പോൾ ഗൗതം പറയും, നീ എനിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചോ? നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ, നിന്നെ എൻ്റെ മനസ്സിൽ നിന്നും സ്ഥാനമില്ലെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി നീ ഭഗവാനോട് പ്രാർത്ഥിച്ചൂലേ, അമ്പലത്തിൽ പോയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, എൻ്റെ മനസ്സിൽ ഗൗതം സാറിൻ്റെ സ്ഥാനമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ മനസ്സിൽ നിന്ന് ഗൗതം സാറിനെ ഞാൻ ഇറക്കി വിട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളിങ്ങനെ ഇരുന്നിട്ട് മുഖം നോക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പിങ്കിക്ക് ദേഷ്യം വരും. എന്നിട്ട് ഗൗതം നന്ദയോട് പറയും, കൈ പിടിച്ചിട്ട് പറയും, സോറി നന്ദ, സോറി നന്ദ പറയും. അപ്പോൾ പിങ്കി ചോദിക്കും, ക്ഷേമാന്വേഷണം കഴിഞ്ഞ നന്ദ, എങ്കിൽ പുറത്തിറങ്ങുക പറയും. ഇത് കേൾക്കുന്ന നന്ദയ്ക്ക് ദേഷ്യം. അപ്പോൾ പിങ്കി പറയും, എനിക്ക് ഗൗതം സാറിന് മെഡിസിൻ കൊടുക്കണം. അപ്പോൾ ഗൗതം പറയും, അതിന് നന്ദ എന്തിന് പുറത്തു പോകണം പറയും. അപ്പോൾ പിങ്കി പറയും, ഗൗതം ഈ റൂമിൽ ഒരു പേഷ്യൻറ്റിനൊപ്പം നിൽക്കാൻ ഒരാൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. ഗൗതമിൻ്റെ വീട്ടുകാർ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടവളെയല്ല, എന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ നന്ദ പറയും, കുടുംബത്തിൻ്റെ കാര്യമല്ല ഞാൻ നോക്കുന്നത്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാനാ വന്നേന്ന് പറയും. അപ്പോൾ പിങ്കി പറയും, പകലിവിടെ എന്നെയാണ് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, രാത്രി ലക്ഷ്മിയമ്മയും അരുണിനെയാണ് വല്യമ്മ ഏൽപ്പിച്ചിരിക്കുന്നത് പറയും.
അപ്പോൾ ഗൗതം പറയും, എൻ്റെ മനസ്സും ശരീരവും നന്നാവാൻ ആര് നിൽക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടേ പിങ്കി പറയും. അപ്പോൾ പിങ്കി, ഗൗതം നിങ്ങൾക്ക് മനസ്സമാധാനം വേണ്ടേ? ഞാൻ നിന്നാലാണ് മനസ്സമാധാനം കിട്ടുക. ഇവൾ നിന്നാൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടു കൂടി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. എന്നിട്ട് പിങ്കി പറയും, ഓ, ഗൗതത്തിനോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നല്ല, ഇവൾ ഈ അവസരം മുതലെടുക്കാനാ, എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ നിവരത്തിൽ കയറ്റി പറ്റണം എന്ന് പറയും. ഇവളുള്ളപ്പോൾ ഏത് നിമിഷവും ഗൗതത്തിന് മനസ്സമാധാനമില്ല, എപ്പോഴും വഴക്കാ. പോയപ്പോഴാണ് മനസ്സമാധാനം സന്തോഷം കിട്ടിയത് എന്ന് പറയും. അപ്പോൾ നന്ദ പറയും, സാറ് പറയും, ഗൗതം സാറ് പറയും, ഞാൻ നിങ്ങൾക്കൊരു ശല്യമല്ലേ, ഞാൻ ഇവിടുന്ന് പോണോ എന്ന് പറയും. അപ്പോൾ പിങ്കി പറയും, ഗൗതം ഒന്നാലോചിച്ചാൽ മതി, വല്യമ്മയെ തല്ലി, മാപ്പ് പറയാൻ പോലും ഇവൾ കൂട്ടാക്കിയില്ല, ഇതൊക്കെ ആലോചിച്ച് ഇവളോട് ഇറങ്ങി പോവാൻ പറയും പിങ്കി. അപ്പം നന്ദ പറയും, അതെനിക്ക് ഇപ്പോഴും തെറ്റായി തോന്നിയിട്ടില്ല എന്ന് പറയും. അപ്പം പിങ്കി പറയും, കണ്ടോ, ഇപ്പോഴും അതേ ശൗര്യത്തിൽ തന്നെ, ഇറക്കി വിട് ഗൗതം പറയും. അപ്പോഴാവും അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത്. എന്നിട്ട് ഗൗതത്തിനോട് ചോദിക്കും, ആ, എങ്ങനെയുണ്ട് ഗൗതം പറയും. അപ്പോൾ ഗൗതം പറയും, ആ, ബെറ്റർ ആയിട്ടുണ്ട് പറയും. അപ്പോൾ ഡോക്ടർ പിങ്കിയോടും നന്ദയോടും പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, ബെറ്റർ ആയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയും. എന്നിട്ട് ഡോക്ടർ പിങ്കിയെ നോക്കിയിട്ട് പറയും, വൈഫ് നല്ല കെയർ ആണല്ലോ പറയും. അപ്പോൾ അത് കേൾക്കുന്ന നന്ദയ്ക്ക് ദേഷ്യം വരും. എന്നിട്ട് ഡോക്ടർ പറയും, ഞാൻ മുന്നേ റൗണ്ട്സിന് വന്നപ്പോൾ നിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായി, സ്നേഹമുള്ള ഭാര്യമാരായാൽ ഇങ്ങനെ വേണമെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന പിങ്കിക്ക് വളരെയധികം ഹാപ്പിയാവും. ഇത് കേൾക്കുന്ന നന്ദയ്ക്ക് നല്ല ദേഷ്യം വരും. ഡോക്ടർ, ഇതാണ് എൻ്റെ വൈഫ് എന്ന് നന്ദയെ ചൂണ്ടിക്കാണിയിട്ട് ഗൗതം പറയും. അപ്പോൾ ഡോക്ടർ പറയും, ഓ സോറി, എക്സ്ട്രീംലി ഐ ആം സോറി. അപ്പോൾ വൈഫ് വന്നുകൊണ്ടാണല്ലേ ഗൗതത്തിൻ്റെ മുഖത്ത് നല്ലൊരു ഹാപ്പി കാണുന്നത് പറയും. അപ്പോൾ നന്ദയ്ക്കും ഹാപ്പിയാവും, പിങ്കിക്ക് ഇത് കാണുമ്പോൾ ദേഷ്യം വരും. അപ്പണ്ട് ഡോക്ടർ പോകുമ്പോൾ പറയും, റെസ്റ്റ് എടുക്കുമോ? അയ്യോ, ഇവിടെ ഒരാൾക്ക് മാത്രമേ നിൽക്കാനേ അനുമതിയുള്ളൂ, ഒരാൾ എന്തായാലും പുറത്ത് പോവേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ ഗൗതം പറയും, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ പിങ്കി, നന്ദ ഇവിടെ നിൽക്കട്ടെ, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു, നീ നല്ല ടയേർഡല്ലേ എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന നന്ദയ്ക്ക് ഹാപ്പിയാവും. അപ്പോൾ പിങ്കി പറയും, ഇങ്ങനെ പൊതിഞ്ഞ് പറയേണ്ട, സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞൂടെ ഗൗതം പറയും, ഞാനാണ് നിങ്ങൾക്കിപ്പോൾ ശല്യക്കാരിയല്ലേ, ഗൗതം എപ്പോഴും എന്നെയല്ലേ ഒഴിവാക്കിയിട്ടുള്ളൂ, അത് ജീവിതത്തിലായാലും ദേ ഇപ്പോഴായാലും ഇവിടെ നിന്ന് പോവാൻ എന്നോട് പറയുന്നു അല്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് പിങ്കി തൻ്റെ മൊബൈൽ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നു. പിന്നീട് ഗൗതമും നന്ദ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് നേഴ്സ് വന്നിട്ട് ഗൗതത്തിന് ഇഞ്ചക്ഷൻ വെക്കാം. അപ്പോൾ ഗൗതം ഹാ പറയും. അത് കഴിഞ്ഞപ്പോൾ നന്ദ പറയും, ഞാനൊരു ഡോക്ടർ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആ നഴ്സുമാരെ അവരുടെ ജോലിയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി പറയും. അപ്പോൾ ഗൗതം പറയും, വെറുതെ പറയണ്ട നന്ദ, നീയല്ലേ അത് ചോദിച്ച് വാങ്ങിച്ചതല്ലേ എന്നൊക്കെ പറയും. അപ്പം നന്ദ പറയും, ആര് പറഞ്ഞു? എന്നിട്ട് നന്ദ പറയും, ഇനി എന്തൊക്കെ പണിയാ, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മരുന്ന് തരണം, ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, പിന്നെ അതിനുള്ള ഗുളികകൾ തരണം. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഗൗതം ഇങ്ങനെ ചിരിക്കുക. അപ്പോൾ നന്ദ ചോദിക്കും, എന്തിനാ ചിരിക്കുന്നേ, എന്നെ കളിയാക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്നിട്ട് ഗൗതത്തിനെ ഇങ്ങനെ അടിക്കും. അപ്പോൾ എന്നെ ഇനി കളിയാക്കിയാൽ ഞാൻ വീണ്ടും കഴിയും. അപ്പോൾ ഗൗതം പറയും, ആ, എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറയും. എന്നെ ഇനിയും കളിയാക്കിയാൽ ഞാൻ ഇനിയും കുത്തും പറഞ്ഞിട്ട് നന്ദ ഇങ്ങനെ പറയും. അപ്പോൾ ഗൗതം ഇങ്ങനെ ചിരിക്കും. അപ്പോൾ എന്തിനാ ചിരിക്കണേ പറഞ്ഞിട്ട് വീണ്ടും കുത്തും. ഇനിയും എന്നെ കളിയാക്കിയാൽ ഞാൻ ഇനിയും കുത്തും എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, മനുഷ്യൻ്റെ ചിരിയിലാണ് എല്ലാ അസുഖങ്ങളും ഭേദമാകുന്നത് എന്ന് പറയും. അപ്പോൾ നന്ദ പറയും, ആ, എങ്കിലും ഒരു ഡോക്ടറോട് ഇവിടെ ഒരു കൊമേഡിയനെ വെക്കാൻ പറയും. അപ്പോൾ ഗൗതം പറയും, എന്തിനാ വെക്കുന്നത്, നീ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ നന്ദ ഒരു കുത്താ കൊടുക്കും. അപ്പോൾ ഗൗതം തിരിച്ചൊരടി നന്ദയുടെ കൈക്ക് കൊടുക്കും. അപ്പം നന്ദ ആ, എന്ത് വേദനയെന്ന് പറയും. അപ്പോൾ ഗൗതം ചോദിക്കും, വേദനിച്ചോ ചോദിക്കും. അപ്പം നന്ദ പറയും, ഇതൊക്കെ എന്ത് വേദന, ഇതിനും വലിയ വേദന ഞാൻ അനുഭവിച്ചില്ലേ, ഗൗതം സാർ എന്നെ ഇറക്കി വെട്ടപ്പം മുതലുള്ള വേദന അതെനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല പറയും. അപ്പോൾ ഗൗതം പറയും, ആ വേദന നിനക്കല്ലേ, എനിക്കാണ്, ഞാനാണ് അനുഭവിച്ചത്, ഞാൻ തന്നെ എനിക്ക് തന്ന ശിക്ഷയായിരുന്നു അത് എന്നൊക്കെ പറയും. അപ്പോൾ നിനക്ക് നന്നായിട്ട് വേദനിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറയും, അതിന് എനിക്ക് എൻ്റെ ഹൃദയം ഞാൻ അവിടെ വെച്ചിട്ടല്ലേ വന്നത്, ഗൗതം സാറിൻ്റെ നെഞ്ചിൽ വെച്ചിട്ടല്ലേ വന്നതെന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതത്തിന് വളരെയധികം സന്തോഷം തോന്നുന്നു. രണ്ടാളും മുഖത്തോട് മുഖം നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ നല്ലൊരു റൊമാൻസ് സീനൊക്കെ ഉണ്ട്. പിന്നെ പുറത്ത് നിന്നിട്ട് പിങ്കിക്ക് ദേഷ്യം വരും. അപ്പോൾ അരുണ് ചോദിക്കും, പിങ്കിക്ക് വീട്ടിലേക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കും. ഇല്ല, ഞാൻ പോവില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നന്ദ ഗൗതമിൻ്റെ ഭാര്യയാണ് എന്നൊക്കെ, ഭാര്യ വന്നാൽ നീ പോവുക തന്നെ വേണം, നീ അർജുൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന പിങ്കിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ പിങ്കി പറയും, ഈ ലോകം ഒരുമിച്ച് പറഞ്ഞാലും എന്തെന്നെ പറഞ്ഞാലും ഞാൻ നന്ദയെ ഗൗതത്തിന് വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറയും.
അപ്പോൾ ഞങ്ങളുടെ പ്രണയത്തിന് സാക്ഷിയായ അരുൺ ഞങ്ങളുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത്, അല്ലാതെ നന്ദയുടെ കൂടെ അല്ല എന്നൊക്കെ പറയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗൗതത്തിനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിങ്കി ഇരിക്കുന്നത്. അപ്പോൾ അരുൺ ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്